ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം കൃപയരുളിടുമേ. ബലമണിക്കുമേ മധുരമായി മാറ്റിയിടുമേ. റോമാലേഖനം 8-28 വാക്യത്തിൽ ബൈബിൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. യഥാർത്ഥമായിട്ട് ദൈവത്തെ നാം സേവിക്കുന്നവരാണെങ്കിൽ, അഥവാ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം ഹല്ലേലൂയ നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റും. തിന്മയ്ക്കാന്ന് നമുക്ക് തോന്നിയത് പോലും നന്മയ്ക്കായിട്ട് മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ വേണ്ടി മോറിയാമല കയറി പോകുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് താൻ പോയപ്പോൾ ആ ഹല്ലേലൂയ അബ്രഹാമിനെ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോയി. എന്നാൽ ഇസ്ഹാക്കിന് പകരം ഒരു ആട്ടുംകുട്ടിനെ ദൈവം കരുതിയതുപോലെ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ബൈബിളിലെ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പെട്ടകം ഗിത്തിനായ ഓബേദോദിൻ്റെ വീട്ടിൽ കൊണ്ട് ദാവീദ് വെക്കുകയാണ്. ഒരു ജാതീയനായിരുന്നു ഓബേദോദ്. എന്നാൽ തിന്മയ്ക്കാണെന്ന് തോന്നിയാലും അത് അവൻ 3 മാസം ബഹുമാനിക്കേണ്ടവണ്ണം ബഹുമാനിച്ചപ്പോൾ ആ പെട്ടകം അവൻ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അവൻ്റെ കുടുംബത്തിലെ 68-ലധികം ആളുകളെ ദാവീദ് ദൈവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതുപോലെ ഹല്ലേലൂയ സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ഓരം ചുമക്കാൻ തയ്യാറായ ഒരു കുറേനക്കാരനായ ശീമോനെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ വയലിൽ നിന്ന് കയറി വരികയാണ്. യേശുവിൻ്റെ ക്രൂശിൻ്റെ ഓരം ചുമക്കാൻ തയ്യാറായതുകൊണ്ട് അവനെയും അവൻ്റെ മക്കളെയും ഭാര്യയും എല്ലാ ദൈവവും പിന്നീട് അനുഗ്രഹിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിന്മയ്ക്കാന്ന് തോന്നുന്നത് പോലും നന്മയ്ക്കായിട്ട് മാറ്റുവാൻ യേശുവിന് ശക്തിയുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. പിന്നീട് രൂഫസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും അപ്പനായ വയലിൽ നിന്ന് കയറി വരുന്ന ശീമോൻ എന്ന് മർക്കോസ് പറയുന്നു. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, രൂഫസിൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് പൗലോസ് പറയത്തക്കവണ്ണം മക്കളുടെ പേരിൽ ആ മാതാപിതാക്കൾ അറിയപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 13 വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയിലെ കൗൺസിൽ മെമ്പറായി മാറിയ നീക്കർ എന്ന് പറഞ്ഞ ശീമോനെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 യോഹന്നാൻ 2 വാക്യത്തിൽ മാന്യം നായകിയാർ അതാ രൂഫസിൻ്റെ അമ്മയാണെന്ന് കാണാൻ സാധിക്കും. ആ കുടുംബത്തെ മൊത്തം ദൈവം അനുഗ്രഹിച്ച പോലെ നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ സകലവും ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.